ഡൊണാൾഡ് ട്രംപ് ഇറാൻ്റെ ആണവ നിലയങ്ങൾക്ക് നേരെ, ഊർജ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തില്ല, 5 ദിവസത്തെ സീസ് ഫയർ, അത് കഴിഞ്ഞപ്പോൾ 10 ദിവസത്തെ സീസ് ഫയർ, ഇതൊക്കെ പ്രഖ്യാപിച്ചെങ്കിലും വലിയ രീതിയിലുള്ള ആക്രമണമാണ് ഇറാൻ്റെ ആണവോർജ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് ആക്രമിക്കില്ല എന്ന് പറയുമ്പോൾ അതേ നിമിഷം തന്നെ വലിയ രീതിയിലുള്ള അറ്റാക്ക് നടത്തി വെല്ലുവിളിക്കുകയാണ് ഇസ്രായേൽ. ആണവ ഊർജ നിലയങ്ങൾക്ക് നേരെയുള്ള ആക്രമണത്തിന് പ്രത്യാക്രമണം നടത്തുമെന്നും അതോടൊപ്പം വലിയ ഒരു വാണിംഗ് കൂടി ഇറാൻ ഇപ്പോൾ നൽകിയിരിക്കുകയാണ്. അമേരിക്കയും ഇസ്രായേലും നടത്തുന്നത് വലിയ തീക്കളിയാണ്. ഈ രീതിയിൽ ആക്രമണം മുന്നോട്ടു പോയാൽ ഇസ്രായേലും അമേരിക്കയും കടുത്ത വില നൽകേണ്ടി വരും. നിങ്ങൾ നടത്തുന്നത് തീക്കളിയാണ്. ഇതാണ് ഇറാൻ്റെ ഫോറിൻ മിനിസ്റ്റർ അബ്ബാസ് അറാക്ചി നൽകുന്ന മുന്നറിയിപ്പ്. ആണവ നിലയങ്ങൾക്ക് നേരെയുള്ള ആക്രമണം വലിയ ഗൗരവത്തോടെയാണ് ഇറാൻ കാണുന്നത്. ഇറാൻ്റെ റിറ്റാലിയേഷൻ വ്യത്യസ്തമായ രീതിയിലായിരിക്കും. അബുദാബിയിലും പല സ്ഥലങ്ങളിലും ഇറാൻ പ്രത്യാക്രമണം നടത്തിയിട്ടുണ്ട്. യുദ്ധം ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലേക്ക് ലോകത്തെ നയിക്കുകയാണ്. ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നാണ് ഇസ്രായേൽ നിരന്തരമായി പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. ട്രംപിൻ്റെ പ്രസ്താവനകൾക്ക് പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണ് ഇസ്രായേൽ ഈ യുദ്ധം നയിച്ചുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയിൽ തനിക്കെതിരെ ജനരോഷം ഉയരാതിരിക്കാൻ വേണ്ടി ട്രംപ് നടത്തുന്ന ചെറിയ ട്രിക്കുകളാണ് ഇത്തരം പ്രസ്താവനകൾ. യുദ്ധം തുടങ്ങിയതും നിയന്ത്രിക്കുന്നതും തുടരുന്നതും അമേരിക്കയോ ട്രംപോ അല്ല, ഇസ്രായേലും നെതന്യാഹുവുമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല.